ഹായ് ഹലോ വെൽക്കം ടു കേഡ് ലെസൺസ്. ഇന്നൊരു മെക്കാനിക്കൽ കമ്പോണൻറ്റ് എങ്ങനെ 3D മോഡലായിട്ട് സോളിഡ് വർക്സിൽ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് സോളിഡ് വർക്സ് ഓപ്പൺ ചെയ്യുക. ഫയലിൽ ന്യൂ പാർട്ട് ഫയൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. താഴെ യൂണിറ്റ് മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ് MMGS മാറ്റുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലെയിൻ റൈറ്റ് പ്ലെയിൻ ആണ്. റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്കെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒറിജിനിൽ നിന്ന് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. കംപ്ലീറ്റ് ലൈൻസ് ആണ്. വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, അഗൈൻ വെർട്ടിക്കൽ ലൈൻ, അഗൈൻ ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുന്നു. ഓരോ പോർഷൻസ് നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. താഴത്തെ ലൈൻ 100 ആണ് ലെങ്ത്. 100, 44, 37, 20. ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ചെയ്യുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ്. ആദ്യമായിട്ട് ബ്ലൈൻഡ് മാറ്റി നമുക്കത് മിഡ് പ്ലെയിൻ ആക്കാം. രണ്ട് ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് എക്സ്ട്രൂഡഡ് ആവും. ബ്ലൈൻഡ് മാറ്റി മിഡ് പ്ലെയിൻ ആക്കി വാല്യൂ 62 കൊടുത്ത് ടിക്ക് ചെയ്തു. സ്കെച്ച് 1 കംപ്ലീറ്റ് ആയി. സെക്കൻഡ് സ്കെച്ച് വരയ്ക്കുന്നത് ഇപ്പോൾ വരച്ച ഒബ്ജക്റ്റിന്റെ മുകളിലെ ടോപ്പ് ഫേസിലാണ്. ആ ഫേസ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സ്കെച്ച് കൊടുത്തു. നോർമലിലേക്ക് വെക്കാം. ലൈൻ റൂൾ ഉപയോഗിച്ചു. മുകളും താഴോട്ടേക്ക് ഒരു സെൻട്രൽ ലൈൻ വരച്ചു. ഇത് ഒറിജിന് സ്ട്രൈറ്റ് ആയിരിക്കണം. കൺവേർട്ട് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് ഈ താഴെയും മുകളിലുമുള്ള രണ്ട് ലൈൻസിനെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവരാം, സ്കെച്ചിലേക്ക് കൊണ്ടുവരാം. ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒരു ചെറിയൊരു ടാപ്പർ ലൈൻ വരച്ചു. ബാക്കിയുള്ള പോർഷൻസ് ട്രിം ചെയ്തു. ഇതേ സെയിം ടാപ്പർ ലൈനിനെ മിറർ എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ച് മിറർ ചെയ്യാം. ആദ്യം എൻറ്റിറ്റീസ് ടു മിറർ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പർഡ് ലൈൻ സെലക്ട് ചെയ്യുക. എൻറ്റിറ്റീസ് ടു മിറർ, ടാപ്പർഡ് ലൈൻ. മിറർ എബൌട്ട് എന്നുള്ളതിന് സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. ബാക്കിയുള്ള പോർഷൻസ് ട്രിം ചെയ്യാം. അതിനുശേഷം ഡയമെൻഷൻ കൊടുക്കാം. ട്രിം ചെയ്തു. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. രണ്ട് സൈഡിലുള്ള ലെങ്ത്തുകൾ കൊടുക്കാം. ഈ സൈഡ് 37, മുകളിലെ സൈഡ് 25. യെസ്, ഡയമെൻഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂയിലേക്ക് വെക്കാം. ഐസോമെട്രിക് വ്യൂ ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡഡ് കട്ട് കൊടുക്കുന്നു. വാല്യൂ 12 ആണ്. 12 കൊടുത്തു ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഡോട്ടൈൽ കട്ടിങ് വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്കെച്ച് വരയ്ക്കുന്നതിനായിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്കെച്ച് കൊടുക്കുന്നു. സ്കെച്ചിനെ നോർമൽ ടൂളിലേക്ക് വെക്കുന്നു. ഡ്രോയിങ് ടൂൾ ബാറിൽ സെൻറ്റർ റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യുന്നു. ഒറിജിന് സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്റർ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ച് ഡയമെൻഷൻസ് കൊടുക്കുന്നു. 12 ആൻഡ് 15. ഓക്കെ, സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഐസോമെട്രിക് വ്യൂയിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് കട്ട് സെലക്ട് ചെയ്യുന്നു. ത്രൂ ഹോൾ കൊടുക്കുന്നു. ബ്ലൈൻഡ് മാറ്റി ത്രൂ ഹോൾ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഡയമെൻഷൻ ആവശ്യമില്ല. കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ത്രൂ ഹോൾ കൊടുക്കുന്നു, ടിക്ക് ചെയ്യുന്നു. വീണ്ടും ഐസോമെട്രിക് വ്യൂയിലേക്ക് വെക്കുന്നു. മുകളിലെ ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്കെച്ച് കൊടുക്കുന്നു.
നോർമൽ ടു വെച്ചു. സർക്കിൾ വരച്ചു. സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സൈഡ് എഡ്ജിലേക്കും ടോപ്പ് എഡ്ജിലേക്കുള്ള വാല്യൂസ് ഡയമെൻഷൻ കൊടുക്കാം. 9, അതുപോലെ 12 ടിക്ക് ചെയ്തു. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5, 6 ആണ്. ഇത് കൊടുത്തു. എഗെയിൻ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കാം. ഒറിജിനിലേക്ക് തന്നെ നീട്ടി വരയ്ക്കാം, കുഴപ്പമില്ല. മിറർ ടൂൾ ഉപയോഗിക്കുന്നു. മിറർ എൻറ്റിറ്റീസ് ചൂസ് ചെയ്തു. മിറർ എൻറ്റിറ്റീസ് സർക്കിൾ സെലക്ട് ചെയ്തു. മിറർ എബൌട്ടിൽ സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്തു, ടിക്ക് ചെയ്തു. നൗ സർക്കിൾ സെലക്ട് ചെയ്തു. സെൻറ്റർ ലൈനിൽ ഒരു സർക്കിൾ വരച്ചു. ഇവിടെ 510 എന്നുള്ളൊരു വാല്യൂവിൽ സർക്കിൾ വരച്ചു. എഗെയിൻ താഴെ സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് 20 മാർക്ക് ചെയ്തു, ടിക്ക് ചെയ്തു. ഇനി ഒരു സ്ലോട്ട് വരയ്ക്കാൻ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ നിന്ന് സ്ട്രൈറ്റ് സ്ലോട്ട് സെലക്ട് ചെയ്തു. ഈ രീതിയിൽ വരയ്ക്കാം. അതിനുശേഷം ഡയമെൻഷൻസ് കൊടുക്കാം. മുകളിൽ നിന്ന് ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 mm ആണ്. അത് ഡയമെൻഷൻ ചെയ്യുന്നു, 20 mm. നൗ സർക്കിളിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് 20 ആണ്. ആ വാല്യൂ കൂടെ കൊടുക്കുന്നു, 20. എഗെയിൻ സർക്കിളിൻ്റെ റേഡിയസ് ആ റേറ്റ് ആണ്, അതും കൂടെ കൊടുക്കുന്നു. എഗെയിൻ ഐസോമെട്രിക് വ്യൂയിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് കട്ട് യൂസ് ചെയ്യുന്നു. ഡയറക്ഷൻ താഴോട്ടായിരിക്കണം. ത്രൂ ഹോൾ കൊടുക്കുന്നു, ടിക്ക് ചെയ്യുന്നു. യെസ്, ഐസോമെട്രിക് വ്യൂയിലേക്ക് വെക്കാം. ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊത്തം 4 സ്കെച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തത്. താങ്ക് യു.